നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലെ കോങ്തോങ് വില്ലേജിലാണ്. ഈ വില്ലേജിന് ചില പ്രത്യേകതയൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ. ഹലോ ഹലോ, വാട്ട്സ് യുവർ നെയിം? നൈസ് നെയിം. യുവർ നെയിം? ഹെർ നെയിം? What's your name? Sean. Your name, please? ഞാൻ പറഞ്ഞില്ലേ ഈ വില്ലേജിനൊരു പ്രത്യേകത ഉണ്ടെന്ന്, അതിതാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് അറിയപ്പെടുന്നത് വിസ്ലിംഗ് വില്ലേജ് എന്നാണ്. Your whistling name? Coo 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 coo. ഇത്തരത്തിലുള്ള ഈണങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ പരസ്പരം വിളിക്കുന്നത്. പേരിന് പകരം ഈണങ്ങൾ ഉപയോഗിക്കുന്ന ഈ രീതിയെ ജിംഗർവൈ ലോബെ എന്ന് വിളിക്കുന്നു. ഇവർക്ക് വിസ്ലിംഗ് നെയിം മാത്രമല്ല ഉള്ളത്, ഇവർ പരസ്പരം വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിസ്ലിംഗ് നെയിം ഉപയോഗിക്കുന്നത്. ഇത് കൂടാണ്ട് ഇവർക്ക് ഒരു പേര് കൂടി ഉണ്ട്. വിസ്ലിംഗ് നെയിം My name is Ronald. Muslim name do go 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 go. പ്രസവിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അമ്മ കുഞ്ഞിനെ വിളിക്കാൻ ഒരു ഈണം നൽകും. ഇത് പിന്നീട് കുട്ടിയെ തിരിച്ചറിയാനുള്ള അടയാളമായി മാറുന്നു. അമ്മയ്ക്ക് മാത്രമാണ് കുഞ്ഞിന് ഇത്തരത്തിൽ പേരായി ഈണം നൽകാനുള്ള അവകാശം. Your child name? Yes. ഒരു കുട്ടിക്കായി നൽകിയ ഈണം പിന്നീട് ആരും ഉപയോഗിക്കാറില്ല. അയാളുടെ മരണത്തോടെ ഈ ഈണവും ഇല്ലാതാകും. ഈണങ്ങളാലുള്ള പേരുകൾ മാത്രമല്ല, ഗ്രാമീണ ഭംഗി കൂടിയാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ എത്തിക്കുന്നത്. നമ്മളെത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെയായി അടിപൊളിയായിരുന്നു കോങ്തോങ്. നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ കുന്നിൻ ചെരുവുകളും ചെറിയ ഇടവഴികളും. ഒരു കുഞ്ഞു ഗ്രാമമാണെങ്കിലും നടന്നു കാണാൻ ഒരുപാടുണ്ട്. ചെറിയ വീടുകൾ, അധികവും മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചത്. കൃഷിയാണ് കോങ്തോങ്കാരുടെ പ്രധാന വരുമാന മാർഗം. ചൂലുകൾ ഉണ്ടാക്കി വിറ്റും ഇവർ വരുമാനം കണ്ടെത്തുന്നു. യുനെസ്കോ പൈതൃക നഗരമായി അംഗീകരിച്ച ഗ്രാമമാണിത്. മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരവും ഗ്രാമത്തിനെ തേടിയെത്തി. വിനോദസഞ്ചാരികൾക്കായി താമസ സൗകര്യവും ഇവിടുണ്ട്. Your name, please? My name is Prasanna. Whistling name? Cuckoo. ജിംഗർവൈ ലോബയുടെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി കഥകളാണ് നിലനിൽക്കുന്നത്. പൂർവികരോടുള്ള ആദരസൂചകമായാണ് ഇത്തരത്തിൽ പേരുകൾ നൽകുന്നതെന്ന് ഗ്രാമവാസികൾ പറയുന്നു. വനവിഭവങ്ങൾ തേടി കാട്ടിൽ പോയിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ ചൂളം വിളികളെന്നും കരുതുന്നവരുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് മേഘാലയയിൽ നിന്ന് രഞ്ജിഷ രാമകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.